ചാപ്റ്റർ 5 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മാനവ വിഭവശേഷിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, there are many poor countries in the world which are rich in natural resources. നമുക്കറിയാം poor countries പറഞ്ഞാൽ പാവപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം റിച്ച് ആണ്, നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അവർ റിച്ച് ആയിരിക്കും ആ രാജ്യങ്ങളൊക്കെ. ബട്ട് ദേ കുഡ് നോട്ട് അച്ചീവ് ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർക്ക് ഫാസ്റ്റായിട്ട് എക്കണോമിക് ഗ്രോത്തോ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. കാരണം ബിക്കോസ് ഓഫ് ദെയർ ലോ ഹ്യൂമൻ ക്യാപിറ്റൽ. അവിടെ ലോ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ആണെന്നാണ് പറയുന്നത്. ഓൺ ദ കോൺട്രറി, many countries like Japan do not have any major natural resource. എന്നാൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ ജപ്പാനിലാണ് മോസ്റ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ലോകത്തുള്ളതാണ്. ജപ്പാനിലാണ് കൂടുതൽ ടെക്നോളജി ബേസ് ചെയ്ത കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ അവിടെ. ഹ്യൂമൻ റിസോഴ്സ് ഓർ ഹ്യൂമൻ ക്യാപിറ്റൽ പ്ലേ ആ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായ ഡെവലപ്മെൻറ്റ് രാജ്യത്തുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ്, വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നതാണ്. ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്, അൺട്രെയിൻഡ് ആൻഡ് അൺഹെൽത്തി പേഴ്സൺ ഈസ് നോട്ട് പ്രൊഡക്റ്റീവ്. നമുക്കറിയാം അൺഎഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരോ ട്രെയിനിങ് ലഭിക്കാത്ത അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അൺഹെൽത്തി, ആരോഗ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ട് നമുക്കൊന്നും പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഉൽപ്പാദനത്തിൻ്റെ മേഖലയിൽ അവർക്ക് പിന്നോക്കമായിരിക്കും ആ രാജ്യത്തിൻ്റെ ജനത, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ആൾക്കാർ. ഹി കനോട്ട് കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കോ ട്രെയിനിങ് കിട്ടാത്ത ആളിനോ ഹെൽത്ത് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നും പ്രൊഡക്ഷൻ നടക്കില്ല. ഓൺ ദ അതർ ഹാൻഡ് ആൻ എഡ്യൂക്കേറ്റഡ്, ട്രെയിൻഡ് ആൻഡ് ഹെൽത്തി പേഴ്സൺ ഈസ് പ്രൊഡക്റ്റീവ്. നമുക്കറിയാം എഡ്യൂക്കേറ്റഡും ട്രെയിൻഡായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ പ്രൊഡക്റ്റീവാണ്. ഇന്ത്യ സോഫ്റ്റ്വെയർ കമ്പനീസ് എംപ്ലോയ് മെനി ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺ. എന്നാൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള, ഫിസിക്കലി അംഗവൈകല്യമുള്ള കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ ട്രെയിൻഡ് ആണ്, ആൻഡ് ദെയർ ഫോർ പ്രൊഡക്റ്റീവ്. അപ്പോൾ അവർ അൺഹെൽത്തി ഒരു പ്രോബ്ലം അല്ലെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ എഡ്യൂക്കേറ്റഡും ട്രെയിൻഡും ആയതുകൊണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള ധാരാളം ആൾക്കാർ സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്റ്റീവ് ആണെന്നുള്ളതാണ് പറയുന്നത്. Human being, when they are given education, training, become human resource or human capital. അപ്പോൾ ഹ്യൂമൻ ബീയിങ് ഇത്രയേ ഉള്ളൂ കാര്യം. ഹ്യൂമൻ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിന്, അവിടുത്തെ ആ രാജ്യത്തിൻ്റെ ജനതയ്ക്ക് വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും നൽകിയാൽ അവർ പ്രൊഡക്റ്റീവ് ആവും. മനസ്സിലാകും. അപ്പോൾ രാജ്യത്തെ ജനതയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അതിന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് തന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ആ പ്രദേശത്ത് തന്നെ മാറ്റം വരത്തില്ലേ. വിദ്യാഭ്യാസം ഇല്ലാതെ വരുമ്പോഴാണല്ലോ ആ പ്രദേശത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ വാർത്തെടുത്ത് അവരിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്നതിന് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. കൺവേർട്ടിങ് ഹ്യൂമൻ ബീയിങ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ടു ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഉണ്ടോ. നമ്മൾ പറയുന്നത് കൺവേർട്ടിങ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യനെ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിലൂടെ ഹ്യൂമൻ റിസോഴ്സുകളായ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ് എക്സെട്ര ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നല്ല ടീച്ചേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടെക്നീഷ്യന്മാരും ആക്കി മാറ്റുന്നതാണ് ഇവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ക്രിയേറ്റഡ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒന്ന് എഡ്യൂക്കേഷൻ. കണ്ടില്ലേ, രാജ്യത്ത് ബഡ്ജറ്റുകളൊക്കെ അതിലേക്ക് എഡ്യൂക്കേഷൻ രംഗത്ത് എത്ര വേണം, വിദ്യാഭ്യാസ രംഗത്ത് എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കും. ഹെൽത്ത്, ആരോഗ്യരംഗം, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ, സാങ്കേതിക രംഗം, അല്ലെങ്കിൽ വിവരശേഖരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യം എന്താണ് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്താണ്. ഗവൺമെൻറ് ആൻഡ് പേരൻസ് ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് മണി ഇൻ എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഗവൺമെൻറ്റും പേരൻസും, ഇപ്പോൾ ഗവൺമെൻറ്റും മാതാപിതാക്കളും കൂടുതൽ പണം എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻ എഡ്യൂക്കേറ്റഡ് ഓർ ട്രെയിൻഡ് പേഴ്സൺ വിത്ത് നോളജ് ആൻഡ് സ്കിൽ ഈസ് മോർ പ്രൊഡക്റ്റീവ് ദാൻ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് അൺട്രെയിൻഡ് പേഴ്സൺ. കണ്ടോ, എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരും കൂടുതൽ പ്രൊഡക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ കോൺട്രിബ്യൂട്ട് സബ്സ്റ്റാൻഷ്യലി ടു എ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ഉള്ള വ്യക്തികൾ എപ്പോഴും കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും കൊണ്ടുവരുമെന്നുള്ളതാണ് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ എ ടോപ്പ് പ്രയോറിറ്റി. അതുകൊണ്ട് നമ്മൾ ഇതിനാണ് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ട്, ആളിന് വിദ്യാഭ്യാസമായിട്ട് നല്ല സ്കിൽഡാണ്, ട്രെയിൻഡ് ആണെന്ന് കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് സമൂഹത്തിൽ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും ഇത് തന്നെ പറയുന്നത്, എഡ്യൂക്കേഷൻ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി, മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഡിസൈറബിൾ ആൻഡ് ബെനിഫിഷ്യൽ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിസൈറബിളും ബെനിഫിഷ്യലുമാണ്. റേസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ, ക്വാളിറ്റി വരത്തുള്ളൂ. ഇൻക്രീസ് ഏണിംഗ് കപ്പാസിറ്റി ത്രൂ ഹയർ പ്രൊഡക്ടിവിറ്റി. ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും,
കാരണം കൂടുതൽ ഉൽപ്പാദനക്ഷമത വരുന്ന നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും. അടുത്ത റേസ് സോഷ്യൽ സ്റ്റാറ്റസ്. നമുക്കറിയാം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സാമൂഹികമായ അംഗീകാരം കിട്ടത്തില്ലേ. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ കഴിയും. ഇമ്പ്രൂവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. നമുക്കറിയാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. അപ്പോൾ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ലോകത്തെ അറിയുന്നതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷനിലൂടെ നേടാൻ പറ്റും. സ്റ്റിമുലേറ്റ് ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻ. അതുപോലെ തന്നെ കണ്ടെത്തലുകളും നമ്മൾ ഇന്നോവേഷൻസും ഡിസ്കവറീസും ഒക്കെ നടത്തുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ള രാജ്യമാണെങ്കിൽ അവിടെ നാഷണൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും സാധ്യമാണ്. ഇതാണ് എഡ്യൂക്കേഷൻ രംഗമുള്ള നേട്ടങ്ങൾ. അടുത്ത ഹെൽത്താണ്, ആരോഗ്യം. ഓൺലി ഹെൽത്തി പേഴ്സൺ ക്യാൻ വർക്ക്. നമുക്കറിയാം ആരോഗ്യമുള്ള ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തൊഴിലെടുക്കണമെങ്കിൽ അയാൾക്ക് ആരോഗ്യം ഉണ്ടേ പറ്റും. ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. Therefore, health is an important source of human capital. അതുകൊണ്ട് ഹെൽത്ത് എന്താണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഇൻക്ലൂഡ്. അപ്പോൾ ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലാണ് ഹെൽത്തിന് വേണ്ടി ചിലവാക്കുന്നതെന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് മെഡിസിൻസ്, വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം കോവിഡ് വന്നു, കോവിഡിന് പ്രിവെൻറ്റീവ് മെഡിസിനാണ്. ഇനി അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രിവെൻറ്റീവ് മെഡിസിനാണ് ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്തിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ആണ് ഗവൺമെൻറ്. അടുത്തത് ക്യൂറേറ്റീവ് മെഡിസിൻസ്, ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഇൽനെസ്. ഇപ്പോൾ ക്യൂറേറ്റീവ് മെഡിസിൻസ് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എഴുതില്ലേ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂറേറ്റീവ് മെഡിസിൻ. അടുത്ത സോഷ്യൽ മെഡിസിൻസ് ഉണ്ട്. സ്പ്രെഡ് ഹെൽത്ത് ലിറ്ററസിയാണ്. അപ്പോൾ ഹെൽത്ത് ലിറ്ററസി അതായത് സോഷ്യൽ മെഡിസിൻ, ആൾക്കാരെ ബോധവൽക്കരിക്കുക, ഹെൽത്തിനെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ്. അടുത്തത് പ്രൊവിഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല രീതി ശുദ്ധജലം എല്ലാവരിലും എത്തിക്കുക. പ്രൊവിഷൻ ഫോർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സോഷ്യൽ മെഡിസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, ഇതൊക്കെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഹെൽത്ത് നമ്മൾ നഷ്ടപ്പെടും. ലഹരി പദാർത്ഥം നമുക്ക് കുറേ കൂട്ടുകാരെ നേടിത്തരും എന്നുള്ളതേ ഉള്ളൂ. മദ്യം മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും നമുക്ക് ഈ പറയുന്ന കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തതിനായിട്ട് മാറും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനാണ്. കമ്പനി സ്പെൻഡ് മണി ഓൺ ഗിവിംഗ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു ദെയർ എംപ്ലോയീസ് ഇൻ 2 ways. പറയാം, കമ്പനികൾ പണം ചിലവാക്കുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലാണ്. എംപ്ലോയീസിന് അവരുടെ തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഓൺ ദ ജോബ് ട്രെയിനിങ്. അത് 2 രീതിയിലാണ് നടത്തുന്നത്. ഒന്ന്, the workers are given training in the factory itself under an experienced supervisor. വർക്കേഴ്സ് ട്രെയിനിങ് നൽകുന്ന അവരുടെ ഫാക്ടറി തന്നെയായിരിക്കും. അവരുടെ ഫാക്ടറിയിലെ എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസറുടെ മേൽനോട്ടത്തിൽ വർക്കേഴ്സിന് ട്രെയിനിങ് അവരുടെ ഫാക്ടറി തന്നെ കൊടുക്കുന്ന രീതി. 2, the workers are sent for ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്. വർക്കേഴ്സിനെ അവരെന്ത് ചെയ്യും, പുറത്തേക്ക് വിടും, ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്. thus the factory gain enhanced productivity. അപ്പോൾ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് നൽകുന്ന വഴി അവരുടെ പ്രൊഡക്ടിവിറ്റി ആ ഫാക്ടറിയിൽ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. ഇൻ ഷോർട്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് മീൻസ് പ്രൊവൈഡിങ് ട്രെയിനിങ് വൈൽ ഓൺ ദ ജോബാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് ഇതേ ഉള്ളൂ, പ്രൊവൈഡിങ് ട്രെയിനിങ് വൈൽ ഓൺ ദ ജോബ് എന്നുള്ളതാണ് ഏത് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കും. 2 രീതിയിലുണ്ട്. ഫാക്ടറിക്കകത്ത് അവരുടെ സൂപ്പർവൈസറിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാം, ഫാക്ടറിക്ക് പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം, അവരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം. ഇതാണ് ഓൺ ദ ജോബ്. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ട്രെയിനിങ് തരുന്നത്. അതാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ ഈസ് എ മേജർ ട്രെൻഡിനോ. നമുക്കറിയാം മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഒരാൾ ഇപ്പോൾ ഇന്ത്യക്കാരൻ എന്ത് ചെയ്യുന്നു, USA പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈഗ്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ മൈഗ്രേഷൻ ഈസ് എ മേജർ ട്രെൻഡിനോ. കേരള ഈസ് എ ഫേമസ് ഫോർ അർബൻ ഏരിയ വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാം കേരളത്തിലാണ് കൂടുതലും റൂറൽ ആൻഡ് അർബൻ ഏരിയാസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. മൈഗ്രേഷൻ ആൻഡ് ഔട്ട് മൈഗ്രേഷൻ. അപ്പോൾ കേരളത്തിൽ നിന്ന് റൂറൽ ഏരിയയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ഏരിയയിൽ നിന്നും ധാരാളം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലാക്സ് ഓഫ് കേരളൈറ്റ്സ് വർക്ക് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ USA, യൂറോപ്പ്, ഓസ്ട്രേലിയ എക്സെട്ര. പീപ്പിൾ മൈഗ്രേറ്റ് മെയിൻലി ഡ്യൂ ടു 2 reasons. ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ കാരണം എന്താ, 2 കാരണങ്ങളാണ്. ഒന്ന്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഹോം സ്റ്റേറ്റ് ഓർ കൺട്രി. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയാണ് ആൾക്കാർ മൈഗ്രേറ്റ് അല്ലേ. ഇവിടുന്ന് ആൾക്കാർ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നില്ല, ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ആ തൊഴിൽ ഇവിടെ കിട്ടിയവർ ഇപ്പോൾ 2000 ഡെയിലി ഇവിടെ കിട്ടുമെങ്കിൽ അവരിവിടെ ചെർക്ക് ചെയ്തില്ല. അപ്പോൾ തൊഴിലില്ലായ്മയാണ് ഈ മൈഗ്രേഷൻ ഒരു കാരണം. 2, ബെറ്റർ ജോബ് ഓർ ലിവിങ് പ്രോസ്പെക്ട്സ് അബ്രോഡ്. നല്ല ജോലി കിട്ടും, അതുപോലെ ലിവിങ് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ഇൻവോൾവ്സ് കോസ്റ്റ് സച്ച് ആസ്. മൈഗ്രേഷന് കുറേ കോസ്റ്റുകളുണ്ടല്ലോ. ഒന്നാമത്തെ കോസ്റ്റാണ് ട്രാവൽ ഇല്ലേ. പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണം, അതിന് ട്രാവലിംഗ് ചാർജ് വളരെ കോസ്റ്റാണ്. ലേണിംഗ് ഓൺ ദ സ്പെസിഫൈസ് ഓഫ് ജോബ് അബ്രോഡ്. അതുപോലെ അവിടെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ചിലവാണ്. ഹയർ കോസ്റ്റ് ഓഫ് ലിവിങ് അബ്രോഡ്. വിദേശത്ത് താമസിക്കണമെങ്കിൽ വളരെ ചിലവ് കൂടിയതാണ്. റിയൽ കോസ്റ്റ് ഓഫ് സെപ്പറേഷൻ ഈഫ് ദ വർക്കേഴ്സ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫാമിലി. അപ്പോൾ റിയൽ കോസ്റ്റ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് മാറി ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ സെപ്പറേറ്റഡ് കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലേ. നമ്മുടെ കൂടെ ഫാമിലി താമസിക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൂടെ താമസിക്കും കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഒന്നും എന്തില്ല, മൈഗ്രേഷൻ കിട്ടില്ല. അച്ഛൻ വേറെ വിദേശത്ത് രാജ്യത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റഡ് ആവുന്നതിനുള്ള ആ ഒരു കോസ്റ്റ് വളരെ റിയൽ കോസ്റ്റ് അത്.
അടുത്ത ഫിസിക് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ എ സ്ട്രേഞ്ച് ഫോറിൻ എൻവയൺമെൻറ്റ്. നമുക്കറിയാം അതിനുണ്ടാവുന്ന കോസ്റ്റ് വളരെ, കാരണം ലിവിങ് അവിടെ ആ സാഹചര്യം അവിടുത്തെ എൻവയൺമെൻറ്റുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടണമെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ആരോഗ്യമായ മുൻകരുതൽ എടുക്കണം, അതിനുള്ള മെഡിസിൻ എടുക്കണം, അതൊക്കെ വളരെ കൂടുതലാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് കോസ്റ്റ് പീപ്പിൾ മൈഗ്രേറ്റ് സിൻസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മൈഗ്രേഷൻ ആർ ഹയർ ദാൻ കോസ്റ്റ്. നമുക്കറിയാം ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പീപ്പിൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് മൈഗ്രേഷൻ ആർ ഹയർ ദാൻ കോസ്റ്റ്. അതായത് ഈ കോസ്റ്റ് ചിലവിനേക്കാൾ കൂടുതൽ മൈഗ്രേഷന് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് ഇതിനിപ്പം ഗൾഫ് മൈഗ്രേറ്റ് ചെയ്ത ഒരാൾ കാനഡയിൽ പറയുന്നത് എനിക്ക് 3 ലക്ഷം രൂപ സാലറിയാണ്, അയാൾ ചിലപ്പോൾ 2 ലക്ഷം രൂപയോടെ ചിലവാക്കുമായിരിക്കും. ഏതാ വീട്, വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഹെൽത്ത്, ഇതിന് വേണ്ടി അവിടെ 2 ലക്ഷം രൂപ ചിലവാക്കും. നമ്മൾ നോക്കുമ്പോൾ 3 ലക്ഷം രൂപ സാലറി ഉണ്ട്, പക്ഷേ 1 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ 60,000 70,000 രൂപ അവന് സാലറി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഇവിടെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഈ മൈഗ്രേഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിലും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടുന്നതുകൊണ്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത ഇൻഫർമേഷനാണ്, വിവരശേഖരണങ്ങളുടെ ഒരു കാര്യമാണ്. ഇൻഫർമേഷൻ ഓൺ അപ്രോപ്രിയേറ്റ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷണൽ കോഴ്സസ്. Institutions providing such courses, opportunities for job in different places and countries, salary levels in different jobs, etc. are very important. Okay, for information on appropriate healthcare educational courses, നമുക്കറിയാം വിവരങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എഡ്യൂക്കേഷണൽ കോഴ്സസ് ഉണ്ട് അല്ലേ, ആരോഗ്യപരമായ കോഴ്സസ്, എഡ്യൂക്കേഷണൽ കോഴ്സസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് സച്ച് കോഴ്സസ്, ഇങ്ങനെ ആരോഗ്യപരമായ കോഴ്സസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ജോബ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്. നമുക്കറിയാം ആരോഗ്യരംഗത്തല്ലേ കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഡോക്ടർ, നഴ്സ്, ഇങ്ങനെയുള്ളവരെ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന് കുറേ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ഫോർ ജോബ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് കൺട്രീസ്, സാലറി ലെവൽ ഇൻ ഡിഫറെൻറ്റ് ജോബ്സ് എക്സെട്ര. ഓരോ ജോബിനും സാലറി ലെവൽ വ്യത്യാസമാണ്, ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് വേറൊരു കാരണമായിട്ട് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് ഇൻഫർമേഷൻ ഈസ് റിഗാർഡ് ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടിയുള്ള ചിലവ് നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ അടുത്ത ഒരു ഭാഗമാണെന്ന് പറയുന്നത് കേട്ടോ. ഹ്യൂമൻ ക്യാപിറ്റലിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്, അതും ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു ഭാഗമാണ്. അടുത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എക്കണോമിക് ഗ്രോത്ത് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? 10 വായിച്ചു നോക്കാം.